2 നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ജസൽ ഒപ്റ്റിക്കൽസിൽ ലഭിക്കുന്നു. പിന്നെ വിൽപ്പനാനന്തര സേവനത്തിലായാലും നമ്പർ 1 ആണ് ജസൽ ഒപ്റ്റിക്കൽസ്. തലമുറ എത്ര മാറിയാലും കൃത്യമായ വ്യക്തമായ കാഴ്ചയുമായി ജസൽ ഒപ്റ്റിക്കൽസ് എന്നും കൂടെയുണ്ടാകും. നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജസൽ ഒപ്റ്റിക്കൽസ്. ജസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. പള്ളുരുത്തി മെഗാ കാർണിവലിന്റെ ഭാഗമായി ജനുവരി 1 സാവിയോ DJ ഷോ നടക്കും. പള്ളുരുത്തി മെഗാ കാർണിവലിന്റെ ഭാഗമായി ജനുവരി 1 സാവിയോയുടെ DJ ഉണ്ടാകുമെന്ന് സംഘാടകർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. 25-ാം തീയതി നമ്മൾ സെറ്റിൽമെന്റില് നമ്മളുടെ നിവാസികൾ നമ്മളുടെ കുടുംബം പോലെയാണ് കാർണിവൽ കമ്മിറ്റിക്ക്. എല്ലാ ക്രിസ്മസിനും നമ്മളവിടെ ഒരു ആഘോഷമുള്ളതാണ്. രാവിലെ അവിടെ പ്രഭാത ഭക്ഷണത്തോടുകൂടി നമ്മൾ അത് എല്ലാവരും കുടുംബസമേതം നമ്മളത് ചടങ്ങ് ഞങ്ങൾ കഴിഞ്ഞു. പിന്നെ ഇനിയൊരു നാളെ 29-ാം തീയതി ചൂണ്ടയിടൽ മത്സരം കളത്തറക്കയറിൽ എല്ലാ വർഷത്തെയും പോലെ വളരെ വിപുലമായി തന്നെ സംഘടിപ്പിക്കുകയാണ്. ഇത്തവണ കുറച്ചധികം എൻട്രിയൊക്കെ വന്നിട്ടുണ്ട്. വളരെ ഗംഭീരമായിട്ടാണ് അത്. MLA അത് ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം 30-ാം തീയതി ഒരു ഫോട്ടോഗ്രാഫി പ്രദർശനം കഴിഞ്ഞ തവണയുണ്ടായി. ഇത്തവണ അത് നല്ല ഗ്രാമീണതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ അവർ പകർത്തിയതെല്ലാം നമുക്കൊരു നല്ല വേദി ഓൾ കേരള ഫോട്ടോഗ്രാഫി അസോസിയേഷൻ നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. അത് EK നാരായണ സ്ക്വയറിലാണ് ഡിസംബർ 30-ാം തീയതി. അന്ന് തന്നെ വൈകിട്ട് 5 മണിക്ക് പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം MK അർജുനൻ മാസ്റ്റർ ഗ്രൗണ്ടിൽ നടക്കും. അവിടെ 6 മണിക്ക് വനിതകളുടെ താളലേനം എന്ന് പറയുന്ന ഒരു വനിതാ സംഘത്തിന്റെ ശിങ്കാരിമേളം അവിടെ ഉണ്ടാവും. ശിങ്കാരിമേളത്തിന് ശേഷം ചെയർമാൻ ശ്രീ VJ തങ്കച്ചൻ പതാക ഉയർത്തും. തുടർന്ന് വിവിധ സംഘടനകൾ അതിനോടൊപ്പം പതാക ഉയർത്തുന്നതായിരിക്കും. അതിനുശേഷം 31-ാം തീയതി പരിപാടി. 31-ാം തീയതി നമ്മൾ എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ട് പള്ളുരുത്തിയിലെയും പ്രദേശത്തെയും ഈ നാട്ടിലെ ഇതുമായി ഡിസംബർ 24-ന് തുടങ്ങിയതാണ് പള്ളുരുത്തി മെഗാ കാർണിവൽ. ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക് ചൂണ്ടയിടൽ മത്സരം കളത്തറക്കായലിൽ നടക്കും. KJ മാക്സി MLA ഉദ്ഘാടനം ചെയ്യും. തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് ഫോട്ടോഗ്രാഫി പ്രദർശനം EK നാരായണ സ്ക്വയറിൽ നടക്കും. ഓൾ കേരള ഫോട്ടോഗ്രാഫി അസോസിയേഷനാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. വൈകിട്ട് 5-ന് പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം MK അർജുനൻ മാസ്റ്റർ ഗ്രൗണ്ടിൽ നടക്കും. വൈകിട്ട് 6 മണിക്ക് പതാക ഉയർത്തും. കാർണിവൽ കമ്മിറ്റി ചെയർമാൻ VJ തങ്കച്ചനാണ് പതാക ഉയർത്തുന്നത്. ഇതോടൊപ്പം 40ഓളം ക്ലബ്ബുകളുടെ സംഘടനകളും പതാക ഉയർത്തും. തുടർന്ന് താളലേനം അവതരിപ്പിക്കുന്ന വനിതാ ശിങ്കാരിമേളം നടക്കും. ഡിസംബർ 31 ചൊവ്വാഴ്ച ആടാം പാടം എന്ന പരിപാടി നടക്കും. KM ധർമ്മൻ ഉദ്ഘാടനം ചെയ്യും. സാജൻ പള്ളുരുത്തി മുഖ്യാതിഥിയാവും. കേരളത്തിലെ പ്രമുഖമായ 3 ഡാൻസ് ട്രൂപ്പുകൾ അവതരിപ്പിക്കുന്ന ഡാൻസ് മെഗാ നൈറ്റ് അന്നേ ദിവസം നടക്കും. രാത്രി 12-ന് പപ്പാനിയെ കത്തിക്കൽ നടക്കും. 13-ാം ഡിവിഷൻ കൗൺസിലർ ഓഫീസ് കൂട്ടായ്മയാണ് പപ്പാനിയെ നിർമ്മിച്ചിട്ടുള്ളത്. പപ്പാനിയെ കത്തിക്കൽ കമൽ പടന്നയിൽ കാർത്തികേയൻ ഉദ്ഘാടനം ചെയ്യും. ജനുവരി 1-ന് വൈകിട്ട് 5-ന് നാട്യതരംഗ് നടക്കും. MK അർജുനൻ മാസ്റ്റർ ഗ്രൗണ്ടിലാണ് പരിപാടി നടക്കുക. സാംസ്കാരിക സമ്മേളനം അഡ്വക്കേറ്റ് M അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. മുൻ MLA ജോൺ ഫെർണാണ്ടസ് മുഖ്യാതിഥിയായിരിക്കും. സമ്മാന വിതരണം വിദ്യാഭ്യാസ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VA ശ്രീജിത്ത് നിർവഹിക്കും. തുടർന്ന് പ്രച്ഛന്നവേശ മത്സരം അരങ്ങേറും. പത്രസമ്മേളനത്തിൽ കൗൺസിലർ VA ശ്രീജിത്ത്, ജനറൽ കൺവീനർ KC അരുൺകുമാർ, കൗൺസിലർ രഞ്ജിത്ത് മാസ്റ്റർ, PS വിപിൻ പള്ളുരുത്തി, രാജീവ് പള്ളുരുത്തി എന്നിവർ പങ്കെടുത്തു. 2016-ലാണ് പള്ളുരുത്തി വെളിയിൽ പള്ളുരുത്തി മെഗാ കാർണിവലിന് തുടക്കം കുറിക്കുന്നത്. അതിനു മുൻപും പള്ളുരുത്തി വെളിയിൽ കാർണിവൽ ഉണ്ടായിരുന്നു. 2016 മുതൽ ഈ കമ്മിറ്റിയാണ് കാർണിവൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഈ കാർണിവൽ കമ്മിറ്റിയുടെ പ്രത്യേകത എല്ലാ കക്ഷി രാഷ്ട്രീയത്തിലും പെട്ട ആളുകൾ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് ഈ കാർണിവൽ കമ്മിറ്റിയുടെ പ്രത്യേകത. ഈ 2016 മുതൽ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്നവരും വിശ്വസിക്കുന്നവരുമായ ഒരു പാർട്ടിയിലും ഇല്ലാത്ത ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു കൂട്ടായ്മയാണ് കാർണിവലിന് നേതൃത്വം നൽകുന്നത് എന്ന് പറയുമ്പോൾ 2016 മുമ്പ് അങ്ങനെ അല്ലായിരുന്നു എന്നാണ് എന്റെ മലയാളം. അപ്പോൾ അത് ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ അതിനുശേഷം വളരെ മികച്ച നിലയിൽ തന്നെയാണ് കാർണിവൽ സംഘടിപ്പിച്ചു പോരുന്നത്. പള്ളുരുത്തി വെളി ഉണ്ടായ ഒരു റവന്യൂ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 3 വർഷമായിട്ട് പള്ളുരുത്തി വെളിയിലല്ല കാർണിവൽ നടക്കുന്നത്. MK അർജുനൻ മാസ്റ്റർ ഗ്രൗണ്ടിലാണ്. അതിപ്പോൾ EK നാരായണ സ്ക്വയറിലുമാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ച് പരിപാടികൾ സാമ്പത്തിക പ്രയാസം കൊണ്ട് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ തോപ്പുംപടി.